हरे कृष्णा सर्वं कृष्ण अर्पणमस्तु. प्रभुपाद की जय. ഗുരു മഹാരാജ് രാധാപവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാവരും വന്നോ? എത്ര പേരുണ്ട് ലൈവിൽ? എനിക്ക് പതിവ് പോലെ ഇവിടെ കാണിക്കുന്നില്ല എത്ര പേരുണ്ടെന്ന്. ഏകാദശി ബുക്ക് കിട്ടി, സൂപ്പർ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ അയച്ചു ചെന്നൈയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ്. ഇന്ന് കിട്ടും. ഇനി ഇത് കുറച്ച് ഏകാദശി ബുക്കും കൂടെ നമ്മുടെ കയ്യിലുള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അയച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ്. മുമ്പത്തെ ക്ലാസ്സിൽ വന്നില്ല, ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടില്ല, ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന്. പണിഷ്മെൻ്റ് ഉണ്ട്.
ക്ലാസ്സിൽ അങ്ങനെ ലീവ് ലെറ്റർ ഇല്ലാതെ കയറാൻ പറ്റില്ല. പണിഷ്മെന്റ് ഉണ്ട്. പ്രീത നെൽസൺ മാതാജി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വരുന്നവർ പിന്നെ പിന്നിൽ ഇങ്ങനെ വരട്ടെ. അയ്യോ മാതാജി ലേറ്റ് ആയിപ്പോയി, മാതാജി ലേറ്റ് ആയിപ്പോയി. നമുക്കത് കേൾക്കാലോ. ഗീതയിൽ നമ്മൾ ഏതാണ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യായം? പറയൂ, എത്രാമത്തെ അധ്യായം? എത്രാമത്തെ? ലാലി മാതാജി, ഗീത ഭഗവത്ഗീത യഥാരൂപത്തിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത അധ്യായം ഏതാണ്? കറക്റ്റ് അധ്യായവും കറക്റ്റ് ശ്ലോകവും പറയൂ. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്ത ഗീത മാറിപ്പോയി എടുത്ത് വന്നപ്പം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട അവസ്ഥയായി. പറയൂ, ഏതാണ് നമ്മൾ ലാസ്റ്റ് എടുത്ത അധ്യായവും ശ്ലോകവും? വേഗം പറയൂ മാതാജി. ഞങ്ങൾക്ക് ഓർമ്മയൊന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. രുക്മ മാതാജി, ഞാൻ തിരിച്ച് വിളിക്കാവേ. ഞാൻ കുറച്ച് യാത്രയിലായിരുന്നു. ഞാൻ കണ്ടിരുന്നു മാതാജിയുടെ നമ്പർ. ഞാൻ വിളിക്കാം കേട്ടോ. രമണൻ പ്രഭുവിനെയും വിളിക്കാം. പറയൂ, ഏതാണ്, ഏത് അധ്യായമാണ് ലാസ്റ്റ് എടുത്തത്? ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഈ മഞ്ജരീസ് ഫാമിലി സൈലന്റ് ആയിരിക്കണ്ടല്ലോ. ഏതാ ലാസ്റ്റ് അധ്യായം? ഏതാണ്? ഞാൻ പറയണ കേൾക്കണില്ലേ? ഇത്രയും സൗണ്ട് ഉള്ളൂ മാതാജിക്ക്. ലാസ്റ്റ് അധ്യായം ഏത്? ലാസ്റ്റ് ശ്ലോക ഏത്? ഏതാ? അധ്യായം 7 പ്രസന്നാമ. ഓക്കെ, അധ്യായം 7 അല്ല, അധ്യായം 8 എത്തി നമ്മള്. പരമപദപ്രാപ്തിയിലല്ലേ നമ്മൾ നിൽക്കുന്നേ? 16-ാമത്തെ ശ്ലോകം. ഓക്കെ, സൂപ്പർ. ഇനി 16 എടുക്കണോ അല്ലെങ്കിൽ ഇനി 16? അധ്യായം 8. ഓക്കെ, അധ്യായം 8-ല് 16-ാമത്തെ ശ്ലോകമാണോ എടുക്കേണ്ടതാണോ അല്ലെങ്കിൽ എടുത്ത് നിർത്തിയതാണോ 16-ാമത്തെ ശ്ലോകം? അത് പറയാവോ? ആ, 8-ാമത്തെ ശ്ലോകം ചിഞ്ചു മാതാജി. അതിൽ 8-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം ഞാൻ ഇനി എടുക്കണോ അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞതാണോ? കഴിഞ്ഞതാണെങ്കിൽ 16 ഇട്ടേ, അല്ലെ കഴിഞ്ഞു എന്ന് പറയും. ടൈപ്പ് ചെയ്തിടൂ. കഴിഞ്ഞതാണെങ്കിൽ 16-ാമത്തെ ശ്ലോകം കഴിഞ്ഞു എന്നാണെങ്കിൽ കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ നമുക്ക് 18 എടുക്കാലോ. പറയൂ, 16 നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? ഇനി 17 എടുക്കണം. കറക്റ്റ് അല്ലേ? ഇന്ന് എവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു മാതാജി? എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടില്, ഫ്രണ്ടിന്റെ ഫ്ലാറ്റില്. അതെനിക്ക് ഷൂട്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ്. ചെന്നൈയിൽ നിന്ന് കുറച്ച് ഔട്ടറാണ്. അപ്പം പോയിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യുന്നു 2-3 ദിവസം. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് എടുക്കുന്നത്. ഇവിടെ വൈഫൈ കുറച്ച് പ്രശ്നമാണ്. അപ്പം ഞാൻ 16 എടുക്കണം. ഓക്കെ, സൂപ്പർ. അപ്പം ഞാൻ വേറെ 1-2 മൊബൈൽസ് നിന്നുള്ള ഹോട്ട്സ്പോട്ടൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരു സ്റ്റക്ക് ചെയ്യും. ഒന്നും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 16-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342494941. എന്തെങ്കിലും മഞ്ജരീസ് സംബന്ധമായ കാര്യങ്ങളോ മഞ്ജരീസിന്റെ എന്തെങ്കിലും ക്ലാസിന്റെ ഡൗട്ട്സോ ഗ്രൂപ്പിൽ ആഡ് ആവണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം ചെയ്യുക. കാരണം പലപ്പോഴും തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെസ്സേജുകൾ ഞാൻ നോക്കി അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മഞ്ജരീസിലൂടെ നമ്മൾ ഒരുപാട് ബുക്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ തന്നെ വാട്സപ്പ് ചെയ്ത് വെക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വരുന്നവർക്ക് നമ്മൾ താമസ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ജരീസിൻ്റെ തന്നെ ഹോട്ടൽസ് ആണ്. അത് വേണമെങ്കിലും നിങ്ങൾ മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. ദൈവത്തോർത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് വിളിച്ചിട്ട് മാതാജി റൂം വേണം എന്ന് പറയരുത്. നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, വളരെ അത്യാവശ്യമാണത്. വരും ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇനി കിച്ചൂട്ടനെയും രാധാറാണിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാജി എവിടെ ഇരുന്നാൽ ക്ലാസ് എടുക്കണേ, മാതാജി എവിടെ ഇരുന്നാൽ ക്ലാസ് എടുക്കണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ്. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗുരു പരമ്പരയെ നന്നായി ബഹുമാനിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക, 16 മാല ജപിക്കുക, ലളിത സഹസ്രനാമം ജപിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മാക്സിമം എന്താവുക, വെജ് ആവുക. മാക്സിമം വെജ് ആവാന്നല്ല, കമ്പൽസറി ആയിട്ട് വെജ് ആവുക. അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല, ഞാനത് അലോ ചെയ്യില്ല. നോൺ വെജ് വേണ്ട.
കമ്പൽസറി ആയിട്ട് വെജ് ആവുക, പ്യോർ വെജ് ആവുക. നമ്മൾ സാത്വിക് ലൈഫ് മാത്രം, വൈഷ്ണവാസ് എപ്പോഴും സാത്വിക് ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനോട് നമ്മൾ എപ്പോഴും ഒരു ആത്മമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ 16 മാല ജപം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു മാല എന്ന് പറയുന്നത് 108 ബീറ്റ്സ് ആണ് അല്ലെ. അങ്ങനെ 16 മാല എന്ന് പറയുന്ന സമയത്ത് 16 പ്രാവശ്യം ഈ 108 ബീറ്റ്സ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അത് ഒരു മാലയിൽ എത്ര ബീറ്റ്സ് വരുന്നുണ്ട്? 108 ബീറ്റ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ 108 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മാലയായി. വീണ്ടും നമ്മളൊരു റൗണ്ടും കൂടെ ചൊല്ലുമ്പോൾ 2 മാലയായി. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഒറ്റയടിക്ക് ഇരുന്നിട്ട് 16 മാല ജപിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷപ്പ് ആയി പൂജാ റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ എന്താ പറയാ, വിളിക്കാം മാതാജി, ആദ്യത്തെ മാല എന്ന് പറഞ്ഞ കവചം സൂപ്പറാണ്. ആദ്യത്തെ മാല നമ്മൾ ജപമാലയിൽ ചൊല്ലാനാണ് നമ്മുടെ ഇസ്കോണിന്റെ ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ എന്തിൽ ചൊല്ലണം? ക്ലിക്കറിൽ ജപിച്ചാൽ മതി. ദൈവത്തോർത്തിട്ട് നോൺ വെജ് കഴിക്കരുത്. ചായ, കാപ്പി, നോൺ വെജ്, ഉള്ളി, വെളുത്തുള്ളി, സവാള, ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 16 മാല ജപം കമ്പൽസറി ആക്കുക നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗ്രൂപ്പിലിടുന്ന പ്രഭാത മഞ്ജരി, ജ്ഞാന മഞ്ജരി, ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള നിങ്ങളുടെ വിലയേറിയ അറിവുകളെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പൂക്കളും മറ്റേ ഫോട്ടോകളൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ പ്രചരണത്തിന്റെ ഭാഗമാവുക. കാരണം ഭഗവാൻ ഏറ്റവും കൂടുതൽ ഗീതയിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ്? പ്രചരണം ചെയ്യാനാണ് പറയുന്നത്. കലിയുഗത്തിൽ ഭഗവാൻ നാമസങ്കീർത്തനത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ആത്മീയാചാര്യൻ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് കുഴപ്പമില്ലമ്മ, അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാക്സിമം പ്രചരണത്തിന്റെ ഭാഗമാവുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഷെയർ ചെയ്യാം. മാതാജി ആ നമ്പർ ഒന്ന് തരുമോ? 93 42 49 49 41. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലൈനിലുണ്ടല്ലോ, അവർ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും നമ്മുടെ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ. അദ്ദേഹം പുതിയ ആളാന്ന് തോന്നുന്നുണ്ട്. ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും. നോക്കാം മാതാജി, കുറേ മെസ്സേജസ് ഉണ്ട്. ഞാൻ നോക്കട്ടെ. നൈറ്റ് ഞാൻ കുറച്ച് മെസ്സേജ് നോക്കാം. ഇന്ന് നൈറ്റ്, അത് കഴിയുമ്പോൾ കുറച്ച് മെസ്സേജ് നോക്കാം. ഹരേ രാമ എന്നുള്ളത് നമുക്ക് വൈദിക മന്ത്രമാണ്. വൈദിക മന്ത്രം ജപിക്കാൻ 4 ത്രിസന്ധ്യകളിലേ പാടൂ. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. വൈദിക മന്ത്രം നമ്മൾ ജപിക്കേണ്ട, മനസ്സിലായോ? മഹാമന്ത്രം ജപിക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ആ മന്ത്രം ജപിക്കൂ. വൈദിക മന്ത്രം ജപിക്കേണ്ട, അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഹരേ രാമ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യരുത്, ഹരേ കൃഷ്ണ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യണം. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 8 16ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ആബ്രഹ്മ ഭുവനാ ലോക പുനരാവർത്തിനോ അർജുന മാപുചെത്യേ തൗ കൗന്ദേയ പുനർജന്മ നവിദ്യതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയാണ്. കൗന്ദേയ എന്ന് പറയുന്നതുകൊണ്ടാണ് ഭഗവാൻ വിളിക്കുന്നത്. അപ്പൊ അർജുനനോട് പറയാണ്, ഭൗതിക ലോകത്തിൽ സർവോന്നതമായിരിക്കുന്ന ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായിരിക്കുന്ന ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് അല്ലെ. അപ്പം ഭഗവാന്റെ ആ ഒരു ഗോലോകം എന്ന് പറയുന്ന ആ ലോകം ഒഴികെ ബാക്കി നമുക്കറിയാം, നമുക്ക് 7 ലോകങ്ങൾ മുകളിലേക്കും 7 ലോകങ്ങൾ താഴേക്കും ഉണ്ട്. പിന്നെ എന്താ പറയാ, വിരജ നദി, പിന്നെ കൈലാസം, വൈകുണ്ഠം, അങ്ങനെ ഒത്തിരി പ്രജേതസ്സുകളെ കുറിച്ചൊക്കെ നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി ജപിക്കുന്ന, വായിക്കുന്ന, പൂജ ചെയ്യുന്ന ആളുകളൊക്കെ അവര് കറക്റ്റായിട്ട് ജപം കറക്റ്റ് അല്ല, ഹരേ കൃഷ്ണ മഹാമന്ത്രം കറക്റ്റ് അല്ല എങ്കിൽ ലാസ്റ്റ് അവർ എവിടെയാണ് ഉണ്ടാവുക? ഗോലോകത്തിലേക്ക് എത്തുമോ ഇല്ലേ? ഗോലോകത്തിൽ എത്താനുള്ള നമ്മളുടെ ലൈഫിന്റെ രീതികൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഗോലോകം എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിളായ കാര്യമേ അല്ല. ഗോലോകത്തിലാണ് ഭഗവാൻ കൃഷ്ണനും ശ്രീമതി രാധാറാണിയും ഉള്ളത് അല്ലെ. അപ്പൊ അവിടെ എത്തുക, അവിടെ ഭഗവാനുമായിട്ട് ആത്മീയ ശരീരത്തോടു കൂടി ആത്മീയ ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായ ഒരു കാര്യമല്ല. ഒരു മനുഷ്യായുസിൽ നമ്മൾ 3.5 കോടി ജപം വേണം, മനസ്സിലായില്ലേ? അതായത് 16 മാല ജപിച്ചിട്ട് 1728 മറ്റോ അങ്ങനെ 16 മാല ദിവസേന ജപിച്ചിട്ട് 3.5 കോടി ജപം പൂർത്തിയാക്കിയ ഒരാൾക്ക് മാത്രമാണ് ഗോലോകത്തിലേക്കുള്ള ഒരു എൻട്രൻസ് കിട്ടുന്നത്. ബാക്കി നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. ഇടയ്ക്കൊന്ന് കട്ടാവും, മൊബൈൽ ഹോട്ട്സ്പോട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റൂൾസ് എല്ലാം പാലിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റുന്നത്? ഗോലോകത്തിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഗോലോകത്തിലേക്ക് എൻട്രൻസ് കിട്ടില്ല. ഗോലോകത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്?
ഗോലോകത്തിലേക്ക് നമ്മൾ പോണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും ആത്മാവ് ഇങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ശരീരം സ്വീകരിക്കുന്നു, നമ്മൾ കുറെ തെറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ നോൺ വെജ് കഴിക്കുന്നു, പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് കർമ്മ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു റൊട്ടീൻ ലൈഫ് ബ്രഹ്മലോകം മുതൽ അധമമായിരിക്കുന്ന എല്ലാ ലോകങ്ങൾ വരെ ഉണ്ടെന്നാണ് കൃഷ്ണൻ 16-ാമത്തെ അധ്യായത്തിൽ അർജുനനോട് പറയുന്നത്. ആ ബ്രഹ്മഭുവനാലോക, ആ ഒരു ബ്രഹ്മലോകം മുതൽ പുനരാവർത്തിനോ അർജുന, പുനരാവർത്തനം നടക്കുകയാണ്. ഒരുപാട് ആവർത്തനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള ആവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മാപുപ്യേതേ തു കൗന്ദയ എന്ന് പറയുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ പുനരാവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജനിക്കാൻ മരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കർമ്മഫലം നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി എടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, സാത്വികമായിട്ടിരിക്കുക, വൈഷ്ണവ ആരാധന ചെയ്യുക, വൈഷ്ണവ രീതിയിൽ നമ്മൾ ജീവിക്കുക. മനസ്സിലായി? വൈഷ്ണവ രീതിയിൽ നിന്ന് നമ്മൾ സ്കിപ്പായോ നമ്മൾ അടുത്ത ഒരു ജന്മത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ഇത്രയും നമ്മൾ ജനിച്ചിട്ട് കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഭഗവാനെ അറിയുന്നില്ല, ഓരോരോ പ്രശ്നങ്ങൾ നിരന്തരം. അത് വൈഫൈയുടെ ഒരു ഇഷ്യൂ ആയിരുന്നു, ഇപ്പൊ കണക്ട് ആയി, ഇനി കട്ടാവില്ല. അപ്പോ നമ്മളിങ്ങനെ ഈ ഒരു വേർഡ്, ഹരേ കൃഷ്ണ, ക്ഷമിക്കണം കേട്ടോ, നെറ്റ് ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശരിയായിക്കോളും. ഞാനത് ഇവിടുത്തെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്തു. കുറച്ച് സമയം ഒന്ന് ക്ഷമിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുനരാവർത്തനം നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് വൈഫൈ അല്ലല്ലോ, അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. സാരമില്ല, ക്ഷമിക്കുക. ഇതും നമ്മുടെ ഒരു കർമ്മഫലം, അത്രയും ചിന്തിക്കുക. ഇല്ല കട്ടായില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. അപ്പോൾ പുനരാവർത്തനം അവോയ്ഡ് ചെയ്യുക. ജീവിതത്തിൽ ജനിക്കാൻ മരിക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ട് മാറുക. ആദ്യത്തെ സ്റ്റെപ്പ് പ്യുവർ വെജിറ്റേറിയൻ ആവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ യമനിയമങ്ങൾ പാലിക്കുക, ജപിക്കുക, വായിക്കുക, സത്സംഗം കേൾക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എന്തായി, നമ്മൾ ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധത്തിലേക്ക് എത്തും. അപ്പോൾ കർമ്മജ്ഞാന ഹഠയോഗങ്ങളെ അനുഷ്ഠിച്ചു വരുന്നവർക്കെല്ലാം പരമമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന കൃഷ്ണന്റെ ധാമം പോകണമെങ്കിൽ കൃഷ്ണാവബോധം അഥവാ ഭക്തിയോഗത്തിൽ പരിപൂർണത നേടണം. അല്ലെ, ഭക്തിയോഗത്തിൽ നമ്മൾ പരിപൂർണമായിട്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഭക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു പ്രഹസനമായി മാറരുത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, മാന്യമായിരിക്കുന്ന ഇഷ്ടമുള്ള ഏത് വസ്ത്രവും ധരിക്കും, ഇഷ്ടമുള്ളവരോട് നിങ്ങൾ സംസാരിക്കും, ഇഷ്ടമുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളെ ഇഷ്ടമല്ലാത്തവരോട് നിങ്ങൾ മാറി നിൽക്കുക. അവരോട് ഒരിക്കലും ഒരു വാശിക്ക്, തർക്കത്തിന്, പ്രശ്നങ്ങൾക്ക്, അസൂയക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. ഇങ്ങനെ നമ്മളിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുമ്പോഴാണ് അവിടെ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുന്നത്. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിന് കാരണമായിരിക്കുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവുക. ഇതൊക്കെ നമ്മളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കും. ഈ നെഗറ്റീവ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പോസിറ്റീവിന് നമ്മളിലേക്ക് വരാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ പോസിറ്റീവ് വൈബ്രേഷനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി കിട്ടും? നമ്മളൊരു നല്ല ഒരു ഭക്തിയുടെ ലെവലിലോട്ട് നമ്മൾ വരും. അല്ലെ, മനസ്സാണ് എല്ലാത്തിനും ആധാരം. മനസ്സ് ശരിയാണെങ്കിൽ എപ്പോഴും നമുക്ക് എന്താ ലഭിക്കുക? സന്തോഷം ലഭിക്കും. മനസ്സ് ശരിയല്ല എങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ല. സന്തോഷം ലഭിക്കാത്തടത്ത് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ കൃഷ്ണാവബോധത്തിൽ നമുക്ക് നിൽക്കാനും പറ്റില്ല. കാരണം ഭഗവാൻ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എത്രയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാൻ ഫേസ് ചെയ്തു, അതെല്ലാം ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത്. അപ്പൊ അതേപോലെ നമ്മളും എന്ത് ചെയ്യുക? ജീവിതത്തെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക. അങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടുമ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളൊരു മനസ്ഥിതി വരും. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് സ്ട്രെസ് ആയിരിക്കും. അയ്യോ എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് അത് പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പോകെ നമ്മളുടെ മനസ്സ് ഇങ്ങനെ ക്ലിയർ ആയിട്ടേ വരും. നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് എന്ത്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അല്ലെ, നമ്മളെ കുറിച്ച് പറയുന്നവർക്കെല്ലാം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പോകാൻ ആർക്കും സാധിക്കില്ല. നമ്മളായിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾക്ക് എന്ത് വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു പ്രശ്നമേ അല്ലാത്ത കാര്യമാണ്. കാരണം എന്താ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലുള്ള ശരി അവർ മനസ്സിലാക്കും. നമ്മളെ എന്തുകൊണ്ടാണ് അവരെപ്പോഴും, ഇപ്പൊ വീട്ടിലുള്ളവരായാലും കൂട്ടുകാരായാലും മറ്റുള്ള ആരാണെങ്കിലും എന്തുകൊണ്ടായിരിക്കും നമ്മളെ കൊണ്ടുപോയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു പ്ലേസിൽ നിർത്തുന്നത്? അവരെ കൊണ്ട് സാധിക്കാത്ത എന്തോ നമ്മൾ ചെയ്തു. അതിൽ നിന്നുള്ള അസൂയാവഹമായിരിക്കുന്ന ചിന്താഗതികൾ, അത്രയും ചിന്തിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അവരെ കുറിച്ചൊരു വിരോധമായിരിക്കുന്ന ഒരു അവസ്ഥ മനസ്സിൽ വെക്കേണ്ട. കാരണം വിരോധമായിരിക്കുന്ന അവസ്ഥ, ദേഷ്യം, വാശി, വൈരാഗ്യം, ഇതൊക്കെ നെഗറ്റീവ്സ് ആണ്, മായയാണ്. മായയ്ക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും സ്ഥാനം കൊടുക്കാതിരിക്കാം മനസ്സിൽ. ഓക്കെ,
അപ്പോ പരമദിവ്യമായിരിക്കുന്ന കൃഷ്ണന്റെ ധാമം പോകണമെങ്കിൽ, അവിടെ എത്തണമെങ്കിൽ നമുക്ക് കൃഷ്ണാവബോധം അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ട് ഭക്തിയോഗത്തിൽ പരിപൂർണത ഉണ്ടെങ്കിലേ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് എത്താൻ പറ്റൂ. ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന ഭൗതിക ലോകങ്ങളെയും ദേവന്മാരുടെ ഗ്രഹങ്ങളെയും പ്രാപിക്കുന്നവർ വീണ്ടും ജനന മരണങ്ങൾക്ക് അധീനരാകുന്നു. കൃഷ്ണനിൽ എത്തുന്നവർക്ക് മാത്രമാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടാത്ത ഒരവസ്ഥ വരുന്നത്. കൃഷ്ണനിലല്ല. ഇപ്പൊ നമ്മൾ വേറെ ഏത് ഒരു ആരാധന നടത്തി കഴിഞ്ഞാലും ആ ഒരു ആരാധനാക്രമം അനുസരിച്ച് ആ ദൈവവും അല്ലെങ്കിൽ ആ മൂർത്തിയുമായിട്ടാണ് നമുക്കൊരു ആത്മബന്ധം വരുന്നത്. അപ്പൊ അവരുടെ ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ വാടക വീട്ടിൽ കയറിയ പോലെയാണ്. നമ്മൾക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ഇത്ര കാലം ഈ ആത്മാവ് ഇവരെ വർഷിപ്പ് ചെയ്ത് ആരാധന ചെയ്തിട്ട് ഇത്ര കാലം ജീവിച്ചത് കൊണ്ട് ഈ ഇത്ര കാലങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഇവർക്ക്, എന്റെ ലോകത്ത് വന്നിട്ട് ഇവർക്ക് ജീവിക്കാം. അത് കഴിയുമ്പം ഈ ഒരു ആത്മാവ് എന്ത് ചെയ്യണം? വീണ്ടും ശരീരം സ്വീകരിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ വരണം. വീണ്ടും ഭൂമിയിൽ വന്നിട്ട് അവർ ചെയ്ത നന്മകളുടെ ഫലം അവർ അവിടെ നിന്ന് അനുഭവിച്ച് ജീവിച്ചു പോകണം. പക്ഷെ ആ ജീവിതത്തിൽ എപ്പോഴും പ്യോറായിട്ട്, എപ്പോഴും റൊട്ടീനായിട്ട് നന്മ മാത്രം വരില്ല. കാരണം എന്താ? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? സുഖദുഃഖ സമ്മിശ്രമാണ്. നമുക്ക് ഇന്ന് സുഖം ഉണ്ടെങ്കിൽ നാളെ ദുഃഖമുണ്ട്, നാളെ ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി? പിന്നെ ഒരു സുഖമുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, എന്താ പറയാ, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം എങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഭക്തിയിൽ വരാനും പറ്റും. നമ്മൾ പിന്നെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ പാലിക്കും. നമ്മളിപ്പോൾ നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഞാനടക്കം കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇല്ലാന്ന് എന്തിനു പറയണം? നന്നായിട്ട് ചിക്കൻ തിന്നുമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉണ്ടായ നമ്മൾ ഇന്നിപ്പോൾ അത് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, അല്ലെ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരു 41 ദിവസം വൃശ്ചിക മാസത്തിന് മണ്ഡലവ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? അയ്യോ, 41 ദിവസത്തെ വ്രതം, 41 ദിവസം നമ്മൾ എങ്ങനെ നോൺ വെജ് ഇല്ലാതിരിക്കും എന്ന് ചിന്തിച്ച ആളുകളാണ് നമ്മളിൽ പലരും. പക്ഷെ നമ്മള് ഇന്ന് കാലങ്ങളായിട്ട് നോൺ വെജ് ഇല്ല, അത് വേണ്ട, അതില്ലെങ്കിലും നല്ല ടേസ്റ്റി ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് വെറൊരു ചമ്മന്തിയാണല്ലേ, ഹാപ്പിയാണ്. എന്തുകൊണ്ട് ആ മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു? നമ്മുടെ മനസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, ഇല്ലേ? മനസ്സ് മാറിക്കഴിഞ്ഞാൽ ജീവിതം മാറും. ജീവിതം മാറിക്കഴിഞ്ഞാൽ ആത്മീയ ലോകത്തിലേക്കുള്ള ചവിട്ടുപടിയുടെ ഒരു പടിയും കൂടെ നമ്മൾ കയറി എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മറ്റു ഉപരി ലോകങ്ങളിലേക്ക് പോകാതെ കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ എവിടെ എത്തണം? ഗോലോകത്ത് തന്നെ എത്തണം. അതിനു വേണ്ടിയിട്ട് കൃഷ്ണനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കുമ്പോൾ, നമസ്തേ അമ്മ, കൃഷ്ണനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കുമ്പോൾ അതിന് വേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ അയ്യോ ഭഗവാൻ അറിയാം എനിക്ക് നോൺ വെജ് ഇല്ലെങ്കിൽ പറ്റൂല, ഭഗവാൻ അറിയാം എനിക്ക് ഏകാദശി എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സംസാരങ്ങളേ വേണ്ട. അത് തെറ്റാണ്. ഭഗവാൻ എല്ലാം അറിയാം. നിങ്ങളെക്കുറിച്ച് അറിയാം, എന്നെ കുറിച്ച് അറിയാം, എല്ലാവരെ കുറിച്ചും ഭഗവാൻ അറിയാം. പക്ഷേ തിരുത്തപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ജീവിതം ഒന്ന് തിരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നൽകിയ ഈ ജീവിതത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ആ അച്ചടക്കം നമ്മൾ പാലിക്കണം. അച്ചടക്കം പാലിച്ചിട്ടില്ലേ, നിങ്ങൾ വീണ്ടും എത്തുന്നത് വേറെ ഉപരി ലോകങ്ങളിലാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ ശരീരം സ്വീകരിച്ച് ഇവിടെ തന്നെ വരും. ഈ അനുഭവിച്ച അതേ ദുരിതങ്ങൾ വീണ്ടും അനുഭവിക്കും. എന്തിനാ അത്? അതിന്റെ ആവശ്യമില്ല. ഒരു ചാൻസ് ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയോ കോടി ജന്മങ്ങൾക്ക് ശേഷം ഒരൊറ്റ ചാൻസ് തന്നിട്ടുണ്ട്. ഈ ചാൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? മനസ്സിലായില്ലേ? സൂപ്പർ അനു. ദേവന്മാരുടെയും ദേവന്മാരുടെ ഗ്രഹങ്ങൾ പാലിക്കുന്നവർക്ക് വീണ്ടും ജനന മരണങ്ങൾക്ക് നമ്മൾ അധീനരാവുകയാണ്. ഭൂമിയിലെ മനുഷ്യർ അതിനേക്കാൾ ഉത്കൃഷ്ടമായിരിക്കുന്ന ഗ്രഹങ്ങളിൽ കയറി പറ്റുന്നത് പോലെ ബ്രഹ്മലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം എന്നീ ഉന്നത പദങ്ങളിൽ നിന്ന് ജീവാത്മാക്കൾ ഭൂമിയിലേക്ക് വരികയും ചന്ദ്രോഗ്യോപനിഷത്തിൽ വിവരിക്കുന്ന പഞ്ചാഗ്നി വിദ്യ എന്ന യജ്ഞം അനുഷ്ഠിച്ച് മനുഷ്യന് ബ്രഹ്മലോകം പോകാൻ കഴിയും. ബ്രഹ്മലോകത്തെ പോലും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. നമുക്ക് പോകേണ്ടത് കമ്പൽസറി ആയിട്ട് ഗോലോകത്തേക്കാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോ ഇവിടെ ബ്രഹ്മലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം എങ്ങനെയുള്ള ഉന്നത പദങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ജീവാത്മാക്കൾ ഭൂമിയിലേക്ക് വരും. അപ്പൊ അവിടെ ജീവാത്മാക്കൾ എങ്ങനെ ഉണ്ടായി? ഇവിടെ നന്മ ചെയ്തിട്ട് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികള് നേരെ അവിടെ പോയതാണ്, അവിടുത്തെ ലോകത്തിലേക്ക് പോയതാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും അവര് ഭൂമിയിലേക്ക് വരികയാണ്. വന്നിട്ട് അവരെന്താ ചെയ്യാ? ചന്തോഗ്യോപനിഷത്തിൽ വിവരിക്കുന്നത് പോലെ പഞ്ചാഗ്നി വിദ്യ എന്ന യജ്ഞം ചെയ്യും. പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്ന യജ്ഞം ചെയ്തതിനു ശേഷം മനുഷ്യന് എവിടേക്ക് പോകാൻ പറ്റും? വീണ്ടും ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ബ്രഹ്മലോകത്തിൽ വെച്ചിട്ട് കൃഷ്ണാവബോധം നമ്മൾ പരിശീലിക്കാതിരുന്നു എന്ന് വെച്ചു. നമ്മളിപ്പോ അവിടെ ബ്രഹ്മലോകത്തിലെത്തി, അവിടെ ചെന്നിട്ട് ഈ വേറെ വേറെ ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല്
ഈ ഭൂമിയിൽ വന്നതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ ലോകത്തെത്തും തോറും അവിടെയും നമ്മളിങ്ങനെ കൃഷ്ണാവബോധം പരിശീലിക്കണം. ഇതുപോലെ നമ്മൾ പരിശീലിക്കണം. പരിശീലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മലോകത്തിൽ ഇപ്പൊ ഈ ജീവാത്മാവ് എത്തിയിട്ട് അവിടെ കൃഷ്ണാവബോധം പരിശീലിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഏറ്റവും ദുരിതപൂർണമായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയാണ്. നമ്മളെ ബൈബിളിലൊക്കെ എടുത്താൽ കാണാം, പാപങ്ങളുടെ പറദീസ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതേപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന നമ്മള് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് 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 ഉപരിലോകങ്ങളിൽ എത്തും. ആ ഉപരിലോകങ്ങളിൽ ഭൂമിയിൽ അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ വരുമ്പോ ആ ലോകത്തിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഈസി ആയിട്ട് കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് പോകും. ആ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുമ്പോൾ, കൃഷ്ണാവബോധം പരിശീലിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തും? വീണ്ടും ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായി. ഭഗവാന്റെ ലോകത്തിൽ എത്തുന്നതോടുകൂടിയാണ് പരിപൂർണമായിട്ട് ഒരു ജീവാത്മാവിന് മുക്തി ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ എവിടെ പോയാലും വാടക വീട്ടിൽ കിടക്കുന്നത് പോലെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ വസിച്ച് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നവർ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടമുള്ള ഗ്രഹങ്ങളിലേക്ക് ക്രമേണ ഉയർന്നുയർന്നുയർന്ന് മഹാപ്രളയകാലത്ത് ശാശ്വതമായിരിക്കുന്ന ആത്മീയധാമത്തിൽ എത്തുന്നു. ഇപ്പൊ ബ്രഹ്മലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം, അങ്ങനെയുള്ള ഓരോ ലോകത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. ഭൂമിയിൽ ജനിച്ച് ഇവിടെ കുറെ കഷ്ടതകൾ അനുഭവിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ജപിച്ച് വായിച്ച് സത്സംഗം കേട്ട് ഏകാദശി എടുത്ത് എന്നിട്ടും ദുരിതങ്ങളൊന്നും തീരുന്നില്ല. ദുരിതങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വേട്ടയാടി 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 അവസാനം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ലോകത്തെത്തും. ഇന്ദ്രലോകത്തോ ബ്രഹ്മലോകത്തോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തും. അതുറപ്പാ. എത്തി 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 എന്തായി നമ്മള് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് അവിടെ നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കും. മനസ്സിലായില്ലേ? അവിടെ ചെന്ന് നമ്മൾ കൃഷ്ണാവബോധം പരിശീലിച്ചു കഴിഞ്ഞാൽ എന്തായി? അവിടുന്ന് അടുത്ത ലോകത്തിലേക്ക് പോകും. പിന്നെ അവിടുന്ന് അടുത്ത ലോകത്തിലേക്ക്, ദുർഗാലോകത്തിലെത്തും, അവിടെ എത്തും, ഇവിടെ എത്തും. അങ്ങനെ കുറേ ലോകങ്ങളിൽ നമ്മൾ ഇങ്ങനെ എത്തും. എത്തി 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 അവസാനം മഹാപ്രളയം വരും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മഹാപ്രളയത്തില് ഈ സകലതിനെയും ഞാൻ ഇല്ലാതാക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ ഭഗവാൻ ഒരു മഹാപ്രളയം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പ്രളയകാലത്ത് എല്ലാം ഈ വെള്ളത്തില് പ്രളയജലത്തിൽ മുങ്ങുന്ന സമയത്ത് ഗോലോകം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുക? സകല ബ്രഹ്മാണ്ടങ്ങളെയും ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഭഗവാന്റെ ആത്മീയ ധാമത്തിലേക്ക്, അങ്ങനെ പറയേണ്ടത്, ഭഗവാന്റെ ആത്മീയ ധാമത്തിലേക്ക് നമ്മൾ എത്തുന്നു. ശ്രീധര സ്വാമി തന്റെ ഗീതാഭാഷ്യത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒരു ശ്ലോക പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തേ കൃതാത്മന പ്രവിശന്തി പരമപദം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഭൗതിക പ്രപഞ്ചത്തിന്റെ നാശത്തിൽ ബ്രഹ്മാവും സദാ കൃഷ്ണാവബോധ നിരതമായിരിക്കുന്ന തന്റെ ഭക്തന്മാരും ആധ്യാത്മിക പ്രപഞ്ചത്തിലുള്ള തങ്ങളുടെ സവിശേഷ ഗ്രഹങ്ങളിൽ ഇഷ്ടാനുസാരണം ചെന്നു ചേരുന്നു എന്നാ പറയുന്നത്. എന്താണ്? ഭൗതിക പ്രപഞ്ചത്തിന്റെ നാശത്തിൽ, അതായത് ഈ പ്രപഞ്ചം നശിക്കാനുള്ളതാണ്, നമ്മുടെ ഈ ലോകം എന്തായാലും നശിക്കാനുള്ളതാണ്, സംശയമില്ല. ബ്രഹ്മണ സഹതേ സർവേ സംപ്രപത്തതേ പ്രതിസഞ്ചരേ പര്യസ്യാന്തേ കൃതാത്മന പ്രവിശ്യന്തി പരംപദം എന്ന് വെച്ചാല് ഭൗതിക പ്രപഞ്ചത്തിന്റെ ഈ നാശത്തില് ബ്രഹ്മാവും സദാ കൃഷ്ണാവബോധ നിരതരായിരിക്കുന്ന തന്റെ ഭക്തന്മാരും, ബ്രഹ്മദേവൻ അടക്കം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭഗവാനെ ഭക്തരും, ഒരുപാട് ഭക്തരും ഭഗവാനെ സ്മരിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തരും ആധ്യാത്മിക പ്രപഞ്ചത്തിലുള്ള തങ്ങളുടെ സവിശേഷ ഗ്രഹങ്ങളിൽ നിന്ന്, നമ്മളെല്ലാം ഓരോരോ ഗ്രഹങ്ങളിൽ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കായിരിക്കും, അങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രഹങ്ങളിൽ നിന്ന് ഇഷ്ടാനുസാരം നമ്മൾ ചെന്ന് ചേരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കൃഷ്ണനെ പ്രാർത്ഥിച്ചോ അത്രത്തോളം ഭഗവാനിലേക്ക് എടുക്കും. നമ്മൾ എത്രത്തോളം നന്മ ചെയ്തോ നമുക്ക് ഓരോ ഉപരി ലോകങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും മനസ്സിലായോ? ഇന്നെടുത്ത ക്ലാസ് പറയൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേഗം പറയൂ. ജയ് ശ്രീ രാധേ രാധേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നത് എൻ്റെ കഴിവിന്റെ പരമാവധി. കാരണം എന്താ, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാവാതെ പോവരുത് എന്നുള്ള ഒറ്റ നിർബന്ധം. കാരണം അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം വെറുതെ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ ശ്ലോകങ്ങൾ അത് വായിച്ചു പോയി കേട്ടിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം എന്താന്ന് മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലേ?
മനസ്സിലായി? മനസ്സിലാവും മോളെ, മനസ്സിലായി. ഓർത്തൊന്നും വെക്കണ്ട, മൈൻഡിലൊന്നും ഓർത്തൊന്നും വെക്കണ്ട. ഇത് നമ്മുടെ ആത്മാവാണ് ശ്രവിക്കുന്നത്, മനസ്സിലായോ? ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഓർത്ത് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി? അപ്പൊ നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സഹസ്രയുഗ പര്യന്ത മഹര്യത് ബ്രഹ്മണോ വിദു രാത്രിയും യുഗസഹസ്രാന്താംന്റെ ഹോരാത്രേ വിധോചന എന്ന് വെച്ചു കഴിഞ്ഞാല് മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്. രാത്രിക്കും അങ്ങനെ തന്നെ. മനുഷ്യ ഗണിത പ്രകാരം നമ്മളുടെ കാൽക്കുലേഷൻ, നമ്മുടെ കണക്ക് പ്രകാരം എന്താ വേണ്ടത്? 1000 യുഗങ്ങൾ വേണം. ഒരിക്കലും ഞാൻ ബ്രഹ്മദേവന്റെ യുഗത്തെക്കുറിച്ചും ദേവരുടെ വർഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. അത് ഇനിയും തുടർന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിലൊന്നും ഒരു വിഷമവും ഇല്ല. തുടർന്നും പറഞ്ഞുതരാം, കേൾക്കാം. അപ്പോ മനുഷ്യന്മാരുടെ നമ്മളുടെ കണക്കനുസരിച്ചിട്ട് 1000 യുഗം വേണം. നമ്മളുടെ ഒരു യുഗം എന്ന് പറഞ്ഞ ഒരു യുഗം അല്ലെ, നമുക്കൊരു യുഗമുണ്ട്. അപ്പോ അതുപോലെയുള്ള 1000 യുഗങ്ങൾ ചേർന്നാലാണ് എന്ത്? ബ്രഹ്മദേവന്റെ ഒരു രാത്രി ഒരു പകലാവുന്നത്. നമുക്കിപ്പോ 24 മണിക്കൂർ കൊണ്ട് ഒരു രാത്രി ഒരു പകൽ എന്നുള്ള ഇതിലേക്ക് വരും, കണക്കിലേക്ക് വരും. പക്ഷെ നമ്മുടെ ഒരു യുഗം വേണം എന്ത്? ബ്രഹ്മദേവന്റെ ഒരു രാത്രിക്കും ഒരു പകലും. ആലോചിച്ചു നോക്കുക, അത്രയും ദൈർഘ്യമുണ്ട് അദ്ദേഹത്തിന്റെ രാത്രിക്കും പകലും. അപ്പൊ ഭൗതിക പ്രപഞ്ചത്തിന്, അതായത് ഈ ലോകത്തിന്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് സ്വല്പകാലമേ നിലനിൽപ്പുള്ളൂ അല്ലെ. നമ്മൾ വിചാരിക്കും ഈ ലോകമാണ് പെർമനന്റ് എന്ന്. ഒരിക്കലുമല്ല. ഈ ലോകത്തിന് വളരെ കുറച്ച് കാലത്തെ ആയുസേ ഉള്ളൂ. കൽപ്പങ്ങളിലൂടെയാണ് അതിന്റെ കാലഗണന. നമ്മുടെ ഈ ഒരു ലോകം, നമ്മുടെ ഈ ഭൗതിക ലോകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൽപ്പങ്ങളിലൂടെയാണ്. മനസ്സിലായില്ലേ? കൽപ്പങ്ങളിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ കാലഗണന വരുന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം അത്രേ കൽപ്പം. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന് പറയുന്നതാണ് കൽപ്പം എന്ന്. മനസ്സിലാവുന്നുണ്ടോ? കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിന് പറയുന്നത് കൽപ്പാന്ത കാലത്തോളം കാതരേ നിന്നെ, അങ്ങനെ ഒരു പാട്ട് തന്നെ ഇല്ലേ? അപ്പൊ കൽപ്പാന്തം, ആ കൽപ്പം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ ഒരു സോങ് ഒക്കെ ഉണ്ട്, എനിക്ക് ലൈൻസ് ഒക്കെ മറന്നുപോയി. പക്ഷെ അങ്ങനെ ആ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ഒരു ദിവസമാണ്. അത്ര ആലോചിച്ച് വെക്കാം. അതിനിടയില് കൃതം, ത്രേത, ദ്വാപരം, കലി. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെയുള്ള 4 യുഗങ്ങള് 1000 തവണ കടന്നു പോകുന്നുണ്ട്. അയ്യോ എന്താപ്പല്ലേ അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തിന്റെ ഇടയില് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെയുള്ള യുഗങ്ങള് 1000 തവണ കടന്നു പോകുന്നുണ്ട്. 1000 തവണ ഈ യുഗങ്ങൾ കടന്നു പോകുമ്പോഴാണ്, അതെ ഞാൻ ഓർത്ത്, 1000 തവണ ഈ യുഗങ്ങൾ കടന്നു പോകുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം വന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബ്രഹ്മദേവൻ ഒരു പകലിങ്ങോട്ട് കണ്ണു തുറന്നാ പിന്നെ അദ്ദേഹം ഉറങ്ങണമെങ്കിൽ എത്ര കാലം കഴിയണം എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കാലം കഴിഞ്ഞാലാണ് ആ മനുഷ്യനല്ല, ദേവൻ, ഭഗവാൻ, അദ്ദേഹം ഒന്ന് കിടന്നുറങ്ങുന്നത്? ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഒരു യുഗം എന്ന് പറഞ്ഞാൽ തന്നെ, അയ്യോ ത്രേതായുഗം, കലിയുഗം, ഒരു യുഗം എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ 1000 തവണ കടന്നു പോവാന്ന് പറയുമ്പോ ഒന്ന് അതിന്റെ ഡെപ്ത് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അത്രയും സമയം കഴിഞ്ഞാലാണ് ബ്രഹ്മദേവൻ ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരു പകലും ഒരു രാത്രി ഇങ്ങനെ സൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. കൃതയുഗത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതയുഗത്തിന്റെ, ഈ സത്യയുഗത്തിന്റെ മറ്റൊരു പേരാണ് കൃതയുഗം എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം, ധർമ്മം, ജ്ഞാനം, ഇത് കൃതയുഗത്തിൽ ഉണ്ടായിരുന്നു. സത്യമായിട്ടുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ജ്ഞാനം ഉണ്ടായിരുന്നവർക്ക്, ധർമ്മം ചെയ്യുന്ന ആളുകളായിരുന്നു. അജ്ഞാനമോ ദൗഷ്ട്യമോ അവിടെ ഇല്ല. അറിവില്ലായ്മയില്ല, അസൂയയില്ല, കോപമില്ല, വാശിയില്ല, വിദ്വേഷമില്ല, ഒരാൾ വളരുന്നത് മറ്റൊരാൾക്ക് കാണാൻ പാടില്ല, അങ്ങനത്തെ ചിന്താഗതികളില്ല, ഒന്നുമില്ല. സ്വസ്ഥം, സമാധാനം മാത്രമായിരുന്നു അവിടെ. അതിനാൽ ഈ യുഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പകൽവേളയിൽ ആവിർഭാവം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ യുഗത്തിന്റെ ഈ യുഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 17 അതായത് 17,28,000. ഈ ഒരു കൃതയുഗത്തിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് 17,28,000 വർഷങ്ങളാണ്. ആലോചിക്കണം, 17,28,000 അത്രയും ഇയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞുതരാം.
17,28,000 വർഷങ്ങൾ. ത്രേതായുഗത്തില് അധർമ്മം ഉണ്ടാവുകയാണ്. കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം വരണം. അപ്പൊ കൃതയുഗത്തില് സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ത്രേതായുഗത്തിൽ വന്നപ്പോഴേക്കും ധർമ്മത്തിന് കുറച്ച് കോട്ടം പറ്റി. അപ്പൊ ധർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ അറിവുകൾ നശിക്കും, സത്യം നശിച്ചു പോകും. അപ്പൊ ധർമ്മം കുറച്ചൊന്ന് ക്ഷയിച്ചു. ഈ യുഗത്തിന് വർഷങ്ങൾ എന്ന് പറയുന്നത് 12,96,000 വർഷങ്ങളാണ്. ആലോചിക്കണം, 12,96,000 വർഷങ്ങളാണ്. അത് കഴിയുമ്പോൾ എന്തായി? വീണ്ടും ദ്വാപരയുഗം വന്നു. ദ്വാപരയുഗം വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ്വാപരയുഗത്തില് കൂടുതൽ കൂടുതൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? സത്യവും നീതി, ന്യായം, ഇതൊക്കെ ധർമ്മം, ഇതൊക്കെ ഇങ്ങനെ ദ്വാപരയുഗത്തില് കുറേ നശിക്കാൻ തുടങ്ങി. ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് കൃതയുഗം, അതായത് സത്യയുഗം. സത്യയുഗത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇങ്ങനെ ഫുൾ എപ്പോഴും എന്താ പറയാ, ജ്ഞാനം, ധർമ്മം, സത്യം, ഇത് മാത്രമാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇതിപ്പോ നമ്മളുടെ ഇത് സത്യയുഗം എന്ന് പറയാം. കംപ്ലീറ്റ് സത്യമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സത്യമായി നിൽക്കുന്നത് ഇതിങ്ങനെ വിടരുന്നതിനനുസരിച്ച് എന്താണ്? അധർമ്മം സംഭവിക്കാന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? സത്യയുഗം സത്യമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ത്രേതായുഗം വന്നപ്പോഴേക്കും കുറച്ച് സത്യത്തിന് കോട്ടം സംഭവിച്ചു. ഓക്കെ, കുറച്ച് കോട്ടം സംഭവിച്ചു ത്രേതായുഗം വന്നപ്പോഴേക്കും. പിന്നെ ദ്വാപരയുഗം വന്നപ്പോൾ വീണ്ടും അധർമ്മമായി. അധർമ്മം വന്നപ്പോൾ ഇത് കുറച്ചുകൂടി വളർന്നു. ഓക്കെ, അതിനുശേഷം എന്തായി? കലിയുഗമായി. കലിയുഗത്തിലൊന്നുമില്ല, കലിയുഗം മൊത്തം നശിച്ചിരിക്കുക അല്ലെ. ഒരുപാട് മോശം കാര്യങ്ങളാണ് കലിയുഗത്തിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൗഷ്ട്യം വളരുന്നു. ഇതിന് വർഷങ്ങൾ എന്ന് പറയുന്നത് കലിയുഗത്തിൽ 5000 വർഷങ്ങളായി കലിയുഗം ആരംഭിച്ചിട്ട്. ഏകദേശ കണക്കാണ്, നമുക്ക് കൃത്യം അറിയില്ല. കുറെ കാലങ്ങളായി, 5000ന്റെ മുകളിലോട്ട് പോയിട്ടുണ്ടാവും. ഇപ്പം 8,64,000 വർഷം വന്നു. എവിടെ? ദ്വാപരയുഗത്തിന്. അതിന് ഒടുവിൽ എന്തായി? കലിയുഗം വന്നു. കലിയുഗം വന്നപ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? മത്സരം, അജ്ഞാനം, അധർമ്മം അമിതമായിട്ട് വരും. മാത്സരിക ബുദ്ധി. സത്യയുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. ജനിച്ചിട്ടുണ്ടാവണം, നമ്മൾ പറയാൻ പറ്റില്ല. സത്യയുഗത്തിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടാവണം. അവിടുന്ന് പിന്നെ നമ്മൾ ധർമ്മം അടുത്ത യുഗത്തിലേക്ക് വന്നപ്പോൾ ധർമ്മം നശിച്ച് പിന്നെ യുഗങ്ങളായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കണല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഗോലോകത്തിരിക്കില്ല ആത്മീയ ശരീരം സ്വീകരിച്ചിട്ട്. അപ്പോ എന്തായി? ഇങ്ങനെ അധർമ്മമൊക്കെ അജ്ഞാനമൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് ശരിയായ ഒരു ധർമ്മത്തിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയെ ഈ യുഗത്തിനെന്ന് പറയുന്നത്, ഈ കലിയുഗത്തിനെന്ന് പറയുന്നത് 4,32,000 വർഷമാണ് കലിയുഗത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ കലിയുഗത്തില് അധർമ്മം ഇങ്ങനെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. ഒരുപാട് ടോപ്പിലേക്ക് കലിയുഗത്തില് അധർമ്മം വന്ന് നശിച്ച് കലിയുഗം നമ്മുടെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? യുഗത്തിന്റെ അവസാനം, ഈ കലിയുഗത്തിന്റെ, അതെ, നമ്മളെല്ലാ ഇതിലും ജനിച്ചിട്ടുണ്ട്, എല്ലാ യുഗത്തിലും നമ്മൾ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായി? ഈ മൂർധന്യാവസ്ഥയിൽ കലിയുഗത്തിൽ എത്തിക്കഴിയുന്ന സമയത്ത് യുഗം അവസാനിക്കും. യുഗം അവസാനിക്കുന്ന ആ സമയം വരുമ്പോൾ ഭഗവാൻ ആരായിട്ട് ജനിക്കും? കൽക്കിയായിട്ട് അവതരിച്ച് ദുഷ്ടന്മാരെയൊക്കെ ഒഴിവാക്കി കൊന്ന് സ്വന്തം ഭക്തരെ ഭഗവാൻ സംരക്ഷിക്കും. മനസ്സിലാവില്ലേ? സ്വന്തം ഭക്തരെ സംരക്ഷിച്ച് പിന്നെയും അടുത്ത സത്യയുഗം ആരംഭിക്കും. അപ്പോൾ കലിയുഗത്തോടുകൂടി അതെല്ലാം നശിച്ച് ഭഗവാൻ എല്ലാം തുടച്ചു നീക്കിയിട്ട് വീണ്ടും എന്തായി? സത്യയുഗം ആരംഭിക്കും. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. യുഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 1000 തവണ ആവർത്തിക്കുന്ന ഈ ചതുർയുഗം, അതായത് 1000 തവണ നമുക്കിത് ആവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായി? ഒരു ചതുർയുഗമായി. കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ലേ? എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്തോ, ഞാൻ പറഞ്ഞുതരാം. ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നോട്ട് ചെയ്യേ. അപ്പൊ കിട്ടും. ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ കിട്ടും. യാത്ര ചെയ്ത് വന്നോട് ഉറക്കം വരുന്നു. ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോൾ. ഇത് എഴുതിയെടുക്കും. ഒരു പേപ്പറും പെന്നും ഒരു പ്രാവശ്യം എഴുതിയെടുത്താൽ നമുക്കെല്ലാം മനസ്സിലാവും. ഈ 4 യുഗങ്ങളും ഇങ്ങനെ റൊട്ടീൻ വരും. ആദ്യം നമുക്ക് സത്യയുഗം വരും. ഇതല്ലാട്ടോ എഴുതേണ്ടത്, ഞാൻ പറഞ്ഞ. ആദ്യം സത്യയുഗം വരും, ത്രേതായുഗം വരും, ദ്വാപരയുഗം വരും, കലിയുഗം വരും. കലിയുഗം ഭഗവാൻ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചു കളയും. കലിയുഗത്തോടു കൂടി ഭഗവാൻ എല്ലാം നശിപ്പിച്ചിട്ട് എടുത്തു. ഒരു മിനിറ്റ് മോളെ. എല്ലാം നശിപ്പിച്ചു കഴിയുമ്പോൾ എന്താവും അറിയാമോ? ഭഗവാൻ കൽക്കിയായിട്ട് അവതരിച്ചിട്ടായിരിക്കും എല്ലാവരും നശിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിച്ചു ദുഷ്ടന്മാരെയൊക്കെ കൊന്നുകളഞ്ഞ് ബാക്കി ആൾക്കാരെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകും. വീണ്ടും ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? സത്യയുഗം ആരംഭിക്കുമ്പോൾ കുറേ ആൾക്കാരെ ബ്രഹ്മദേവൻ ജനിപ്പിക്കും. അതാണല്ലോ അദ്ദേഹത്തിന്റെ ജോലി. ബ്രഹ്മദേവൻ ജനിപ്പിച്ച് വീണ്ടും ഈ യുഗങ്ങൾ ഇങ്ങനെ എടുത്തോളൂ. വീണ്ടും ഈ യുഗങ്ങൾ ഇങ്ങനെ ആരംഭിക്കും. ഞാൻ എഴുതാനുള്ളത് ഇതല്ല അമ്മ, എഴുതാനുള്ള വേറെയാണ്. അമ്മ സമാധാനത്തിൽ എടുത്തിട്ട് വരും.
അപ്പോൾ വീണ്ടും യുഗങ്ങൾ ഇങ്ങനെ ആരംഭിച്ച് എന്തായി 1000 തവണ ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കും. മനസ്സിലാവുന്നു? 1000 വട്ടം ഇതിങ്ങനെ നടക്കും. ഇതിനെയാണ് നമ്മൾ ചതുർയുഗം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ കുറേ നമുക്ക് എന്താ പറയുക നല്ലൊരു നോളേജ് കിട്ടും. നമ്മൾ എവിടെ പോയിരുന്ന് എന്ത് കേട്ടാലും നമുക്ക് നല്ലൊരു ഇത്രയാണ് ഇതാണ് എന്നുള്ളൊരു അറിവ് കിട്ടും. നമുക്ക് പതുക്കെ എടുത്താൽ മതി പേപ്പർ, ധൃതി പിടിച്ചെടുക്കണ്ട, പതുക്കെ എടുക്കും. ഇനി ജനിക്കേണ്ടി വരൂല, ഭഗവാൻ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ. എത്ര പേരുണ്ട് ഇപ്പൊ ലൈവില്? നമസ്തേ. എടുത്തു ട്ടോ എടുത്തപ്പോ ഒരു എന്താ പറയുക, ഒരു പടക്കം കൂടെ പൊട്ടിച്ച് എടുത്തു ട്ടോ. എടുത്തില്ലേ? അതായത് നമുക്ക് 4 യുഗങ്ങൾ എഴുതിയെടുത്തോളൂ. 4 യുഗങ്ങൾ എടുത്തു. നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സിലേക്കാണ് ഇന്ന് നിങ്ങൾ എത്രയും പേര് എത്തിയത്. നമുക്ക് എത്ര യുഗങ്ങളാണ്? 4 യുഗങ്ങൾ. നമുക്ക് 4 യുഗങ്ങളുണ്ട്. എഴുതിക്കോളൂ. നാല് യുഗങ്ങൾ നമുക്ക്. നിങ്ങൾ വിചാരിക്കും മാതാജിക്ക് എപ്പോഴും ഉറക്കം തന്നെയാണ്, റെസ്റ്റ് ഇല്ലാത്ത ജോലിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. 4 യുഗങ്ങളുണ്ട് നമുക്ക്. സത്യയുഗം എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കൃതയുഗം എന്നിടുക. സത്യയുഗത്തിന്റെ മറ്റൊരു പേരാണ് കൃതയുഗം. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. നമസ്തേ. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ഇത് രണ്ടും ഒന്നാണ്. സത്യയുഗത്തില് നമുക്ക് വേദിക് കോസ്മോളജി, സുധിയേ നമുക്ക് എടുക്കാം. സുധിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദിക് കോസ്മോളജി, വൈകാതെ ഞാൻ എടുക്കുന്നുണ്ട്. സത്യയുഗത്തില് നമുക്ക് എത്ര വർഷങ്ങളുണ്ടെന്ന് അറിയാം? 17 എന്ന് എഴുതും. 17 ഒരു കോമ ഇടാം, എന്നിട്ട് 28 3 0. ശ്രീകൃഷ്ണ ഗോവിന്ദ് ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ. എഴുതിയോ? എഴുതിയോപ്പാ? എഴുതി. 17,28,000 വർഷങ്ങൾ നമുക്ക് എന്തിലുണ്ട്? സത്യയുഗത്തിലുണ്ട്. സത്യയുഗത്തെ നമ്മൾ കൃതയുഗം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രേതായുഗം. രണ്ടാമത്തത് ത്രേതായുഗം. എഴുതൂ. ത്രേതായുഗം എഴുതിക്കേ. ആദ്യത്തേത് സത്യയുഗം, പിന്നെ നമുക്ക് ത്രേതായുഗം അല്ലെ. സത്യയുഗത്തില് നമുക്ക് 17,28,000 17,28,000 ഇയേഴ്സ് ഉണ്ട്, വർഷങ്ങളുണ്ട് സത്യയുഗത്തില്. പിന്നെ നമുക്കുള്ളത് ത്രേതായുഗം, രണ്ടാമത്തെ യുഗം. ത്രേതായുഗത്തിൽ നമുക്ക് എത്ര വർഷങ്ങളുണ്ട്? 12,96,000 ഇയേഴ്സ്. 12,96,000 വർഷങ്ങൾ. 12 എന്ന് എഴുതാം, കോമ ഇടുക, 96 എഴുതുക, 0 0 0 3 0 ഇടുക. 12,96,000 വർഷങ്ങൾ ത്രേതായുഗത്തിലുണ്ട്.
ഓക്കെ, എഴുതി. അടുത്തത് നമുക്ക് ഏതാ വരുന്നത്? ദ്വാപരയുഗം വരുന്നുണ്ട് അല്ലേ? അടുത്തത് ദ്വാപരയുഗം വരുന്നുണ്ട്. ദ്വാപരയുഗത്തിൽ നമുക്ക് എത്ര വർഷം വരും? 8,64,000 വർഷങ്ങൾ, 8,64,000 ഇയേഴ്സ് വന്നിട്ട് ദ്വാപരയുഗത്തിൽ വരും. ഓക്കെ, അപ്പോ സത്യയുഗത്തിൽ നമുക്ക് വരുന്നത് 17,28,000, 17,28,000 വർഷങ്ങൾ സത്യയുഗത്തിലും, ത്രേതായുഗത്തിൽ 12,96,000 വർഷങ്ങളും, ദ്വാപരയുഗത്തിൽ നമുക്ക് 8,64,000 വർഷങ്ങളും വരുന്നുണ്ട്. അത്രയും ഇയേഴ്സ് ഉണ്ട് നമുക്ക് ഒരു യുഗത്തിൽ, അത്രയും വർഷങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? അടുത്ത നമുക്ക് കലിയുഗമാണ് അല്ലെ? അപ്പൊ 4 യുഗങ്ങൾ പഠിച്ചു. സത്യയുഗം അല്ലെങ്കിൽ പറഞ്ഞതാ, എനിക്ക് ഓർക്കാൻ വരുന്നു, സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. സത്യയുഗത്തിൽ നമുക്ക് 17,28,000 വർഷങ്ങള്, പിന്നെ ത്രേതായുഗത്തിൽ നമുക്ക് 12,96,000 വർഷങ്ങള്, ദ്വാപരയുഗത്തിൽ നമുക്ക് 8,64,000 വർഷങ്ങൾ. 4ാമത്തെ യുഗം വന്നിട്ട് എന്താണ്? കലിയുഗം. കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് 5,000 വർഷങ്ങളായി. അപ്പൊ കലിയുഗത്തിൽ നമുക്ക് എന്തായി? മുഴുവൻ നമ്മുടെ സത്യവും ധർമ്മവും നീതി ന്യായം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായ ധർമ്മത്തിന് നമുക്ക് എന്തില്ല? ഒരു സത്യവും ഇല്ല, അടിസ്ഥാനവും ഇല്ല. ഈ യുഗത്തിന്, കലിയുഗത്തിന് എത്ര വർഷങ്ങളുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റൂ? കലിയുഗത്തിന് എത്ര വർഷങ്ങളുണ്ട്? പറയൂ, കലിയുഗത്തിന് എത്ര വർഷമുണ്ട്? വേം പറ, കലിയുഗത്തിന് എത്ര വർഷങ്ങളുണ്ട്? പറ 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 പറ, വേം പറ, വേം പറ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ. വേം പറയും, കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? 5,000 കൊല്ലായി കലിയുഗം സ്റ്റാർട്ട് ചെയ്ത്. കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? എത്ര വർഷമുണ്ട്? മോശമാണ് കേട്ടോ. ഇതൊക്കെ ഇസ്കോണിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഞ്ജരീസിന് ചീത്തപ്പേരാവില്ലേ? കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? എനിക്ക് ദേഷ്യം വരും. ഞാൻ ചിരിക്കുന്നത് നോക്കണ്ട, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പിന്നെ നിങ്ങൾ ആര് വിളിച്ചാലും ഞാൻ എടുക്കില്ല, മിണ്ടില്ല. കലിയുഗത്തിൽ എത്ര വർഷമുണ്ട്? 4,32,000 വർഷങ്ങളുണ്ട് കലിയുഗത്തില്. ഇങ്ങനെ നമ്മുടെ ഓരോ യുഗവും, ഇപ്പൊ 4 യുഗം പഠിച്ചില്ലേ? ഈ 4 യുഗവും കൂടെ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ റൊട്ടീൻ ചെയ്ത് വന്നതിന് ശേഷം എന്താവും? 1000 തവണ ഈ പ്രോസസ്സ് ആരംഭിക്കും. ഈ സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് ഇത്രയും ഇങ്ങനെ 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 വന്ന് 4 യുഗങ്ങൾ കഴിയുമ്പോൾ എന്തായി? ഭഗവാൻ കൽക്കിയായിട്ട് വരും. കൽക്കിയായിട്ട് വന്നിട്ട് ദുഷ്ടന്മാരെ എല്ലാം ഭഗവാൻ കൊന്നുകളയും, നല്ല ആൾക്കാരെല്ലാം ഭഗവാൻ അദ്ദേഹത്തിന്റെ ലോകത്ത് കൊണ്ടുപോകും. അപ്പൊ എന്തായി? വീണ്ടും നമ്മുടെ യുഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ വട്ടം യുഗം സ്റ്റാർട്ട് ചെയ്തു ഇല്ലേ? 4 യുഗങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം യുഗം സ്റ്റാർട്ട് ചെയ്യും. ഇതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല മോളെ, സാരല്ല, അമ്മ കേട്ടുപോകും. അപ്പോ ഈ രണ്ടാമത്തെ വട്ടം യുഗം സ്റ്റാർട്ട്, ഇങ്ങനെ 1000 പ്രാവശ്യം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ, 1000 തവണ ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ചതുർയുഗമായി. മനസ്സിലാവുന്നുണ്ടോ? വേദിക് കോസ്മോളജിയാണ്, കേൾക്കൂ, പഠിക്കൂ. 4 യുഗങ്ങള് 1000 വർഷം റിപ്പീറ്റ് ചെയ്താൽ ബ്രഹ്മദേവന്റെ ഒരു വർഷം, അതായത് ചതുർയുഗമായി. മനസ്സിലായില്ല? 4 യുഗങ്ങൾ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളും കൂടെ, സത്യയുഗത്തിന് 17,28,000 വർഷങ്ങൾ സത്യയുഗം. പിന്നെ വന്നിട്ട് അടുത്തത് ത്രേതായുഗത്തില് 12,96,000 വർഷങ്ങൾ. ഓക്കെ, അത് കഴിയുമ്പോൾ ത്രേതായുഗം കഴിഞ്ഞു. പിന്നെ എന്താണ്? ദ്വാപരയുഗം വരും. ദ്വാപരയുഗത്തിൽ 8,64,000 വർഷങ്ങൾ. അത് കഴിയുമ്പോൾ ദ്വാപരയുഗം കഴിഞ്ഞു. പിന്നെ കലിയുഗത്തിൽ വന്നിട്ട് നമുക്ക് 4,32,000 വർഷങ്ങൾ. ഓക്കെ, ഇത്രയും കഴിയുമ്പോ ഭഗവാൻ ഈ പ്രപഞ്ചം നശിപ്പിക്കും, പ്രളയജലത്തിൽ മുക്കിക്കളയും. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാന്റെ നല്ല ഭക്തരെ എല്ലാം ധാമത്തിലേക്ക് കൊണ്ടുപോകും, ഗോലോകത്തിലേക്ക് കൊണ്ടുപോകും. ബാക്കി എല്ലാരെയും ഭഗവാൻ നശിപ്പിച്ചു കളയും. അപ്പൊ എന്തായാലും 4 യുഗവും കഴിഞ്ഞു, ഫിനിഷ്. അത് തീർന്നില്ലേ? വീണ്ടും ഈ 4 യുഗം സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഇത്രയും വർഷങ്ങളോടുകൂടി ഈ 4 യുഗങ്ങൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 1000 വട്ടം റിപ്പീറ്റ് ചെയ്താൽ ഒരു ചതുർയുഗമായി.
ഓക്കെ, അങ്ങനെ 1000 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായി? ഒരു ചതുർയുഗമായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഇങ്ങനെ വരുമ്പോ 1000 തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 1000 തവണ ആവർത്തിക്കുന്ന ചതുർയുഗം, ശ്രദ്ധിച്ചു കേൾക്കണം, നന്നായിട്ട് മൈൻഡ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഇങ്ങനെ 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോ ഒരു ചതുർയുഗമായി. ഈ ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു ഡേ എന്ന് പറയുന്നത്. 1000 ടൈംസ്, നമ്മുടെ 4 യുഗങ്ങളും 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ, നമ്മുടെ 4 യുഗങ്ങളും 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ, ആവർത്തിച്ചാൽ ഒരു ചതുർയുഗം എന്നാണ് പറയാ. ആ ഒരു ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു ഡേ, ഒരു ദിവസം. ഇപ്പൊ മനസ്സിലായോ? ഇനി മാതാജിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ, ഇത്രയും പറഞ്ഞുതരാൻ പറ്റൂ, ഇത്രയും എനിക്ക് അറിയും, ഞാൻ ഇത്രയും പഠിച്ചിട്ടുള്ളൂ. ഒരു ചതുർയുഗമായി. ഓക്കെ, അതാണ് ബ്രഹ്മദേവന്റെ ഒരു ഡേ എന്ന് പറയുന്നത്. വേദിക് കോസ്മോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇസ്കോണിൽ, ഒരു കോംപ്രമൈസിനും റെഡി ആവില്ല. ഓക്കെ, ഇസ്കോൺ ഫോളോവേഴ്സ് ആണോ വേദിക് കോസ്മോളജി തലയിലിരിക്കണം. അപ്പൊ എന്താണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്? ബ്രഹ്മദേവന്റെ ഒരു പകലാണ്. ഓക്കെ, അങ്ങനെ അത്രേ തന്നെ യുഗങ്ങളാണ് അദ്ദേഹത്തിന്റെ രാത്രിയും. ഇപ്പൊ നമുക്ക് ഒരു ദിവസമായി അല്ലെ, 24 മണിക്കൂർ 24 hours കഴിഞ്ഞ് നമുക്കൊരു ഡേ ആയി. അതേപോലെ 1000 യുഗങ്ങൾ കഴിഞ്ഞാൽ ഒരു ചതുർയുഗം വന്ന ബ്രഹ്മദേവന്റെ ഒരു ഡേ, അതായത് ഒരു ഡേ ടൈം ആയി, പകലായി. വീണ്ടും 1000 റിപ്പീറ്റ് കഴിഞ്ഞാൽ, 1000 ചതുർയുഗം കഴിഞ്ഞാൽ ഇത് വേണ്ട മോളേന്ന് സാരമില്ലമ്മ, പഠിക്കൂ പഠിക്കൂ. ഇതുപോലെ 1000 വട്ടം കഴിഞ്ഞാൽ ഒരു രാത്രിയായി, ഒരു നൈറ്റായി ബ്രഹ്മദേവന്. അപ്പൊ ബ്രഹ്മദേവൻ ഏത് ലോകത്തിരുന്നായി ഇരിക്കണേന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഹാർഡ് വർക്ക് ചെയ്യണോ അദ്ദേഹം, അല്ലെ? അത്ര തന്നെ യുഗങ്ങളാണ് എന്ത് അദ്ദേഹത്തിന്റെ രാത്രി. ആലോചിച്ച അങ്ങനെയുള്ള എനിക്ക് വയ്യ, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് തലയിൽ കയറൂല. പ്ലീസ് എന്നെ ഒന്നും പറയരുത്, വേദിക് കോസ്മോളജി പഠിക്കൂ. ഇപ്പോ നമ്മൾ പഠിച്ചു 4 യുഗങ്ങളും 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ ചതുർയുഗമായി. ഈ ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു ഡേ. വീണ്ടും 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു നൈറ്റായി. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇത് ബ്രഹ്മദേവന്റെ ഡേയും നൈറ്റും ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള, ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്, അങ്ങനെയുള്ള 100 സംവത്സരങ്ങൾ, 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ചതുർയുഗം, ഓക്കെ, അതിന്റെ 100 സംവത്സരങ്ങൾ ആകുമ്പോ അദ്ദേഹത്തിന്റെ ഒരു രാത്രിയായി, ഒരു നൈറ്റായി. മൈൻഡിൽ വെക്കണ്ട, കേട്ടുപോയാൽ മതി, ഇത്രയും പറ്റൂ. ഒരു നൈറ്റായി. 4 ചതുർയുഗങ്ങള് അല്ല, 4 യുഗങ്ങള് 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ചതുർയുഗം, അത് ബ്രഹ്മദേവന്റെ ഒരു ഡേ. വീണ്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു നൈറ്റായി. ഇത് 100 സംവത്സരം, ഈ പറഞ്ഞ ഈ കാൽക്കുലേഷനിലെ അതിനോട് 100 സംവത്സരം വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നൈറ്റ് ആവുന്നത്. എത്ര വർഷങ്ങളായി അപ്പം? കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ, എത്രയായി? 3 കോടി, പറയൂ, 3,11,40,000 കോടി വർഷങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു നൈറ്റ്. അയ്യോ, അത്രയും പറഞ്ഞു, നമുക്ക് ഒരു വർഷം പോണില്ല അല്ലെ? അപ്പൊ ഇവിടെ 3,11,40,000 കോടി വർഷങ്ങൾ കഴിയണം ബ്രഹ്മദേവന്റെ ഒരു നൈറ്റ് വരാൻ. ഓക്കെ, അങ്ങനെയുള്ള വർഷങ്ങള് മനുഷ്യന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ആ മനുഷ്യന്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ എന്താണ്? ആ കണക്ക് പ്രകാരം ഇതാണ് ഒരു ബ്രഹ്മദേവന്റെ ആയുസ്. ബ്രഹ്മദേവൻ ഇങ്ങനെ ഇതിനിടയ്ക്ക് നമ്മൾ എത്ര ജന്മം എടുക്കും കൃഷ്ണ? സത്യം, ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. ഇങ്ങനെയുള്ള ഇത്രയും മനുഷ്യന്റെ കാൽക്കുലേഷൻ കഴിയുമ്പോ ബ്രഹ്മദേവൻ റീപ്ലേസ് ആവും. ബ്രഹ്മദേവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അടുത്ത ബ്രഹ്മദേവൻ വരും. അടുത്ത ബ്രഹ്മദേവൻ എവിടുന്ന് വരും? അത് പറയും. ഹരിബോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടേ മാത്സ് അറിയില്ല. ഇത് ഇസ്കോൺ മാത്സ് ആണ്, പഠിച്ചേ പറ്റൂ, രക്ഷയില്ല. ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ പോയി, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. ഓക്കെ, ഈ കണക്ക് പഠിക്കണമെങ്കിൽ ഒന്നുകൂടി പഠിക്കേണ്ടി വരുന്ന സത്യ. ഞാനും സ്റ്റാർട്ടിങ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു വേദിക് കോസ്മോളജി. പക്ഷെ വേദിക് കോസ്മോളജി വായിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചപ്പോൾ വേദിക് കോസ്മോളജി പഠിക്കാൻ പറ്റും. ഇനി എന്തോരം ഉണ്ട്.
വേദിക് കോസ്മോളജിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണിത്. ജസ്റ്റ് ഒരു 1%. ഇനി എത്ര പഠിക്കണം? അപ്പോ നമ്മുടെ ഇത്രയും കഴിയുമ്പോ ബ്രഹ്മദേവനെ സസ്പെൻഡ് ചെയ്തു. പുതിയൊരു ബ്രഹ്മദേവൻ വരികയാണ്. ഈ ബ്രഹ്മദേവൻ എവിടുന്ന് വരും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ബ്രഹ്മദേവൻ, പുതിയ ബ്രഹ്മദേവൻ എവിടുന്ന് വരും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോലോകത്തെ കൃഷ്ണനിൽ നിന്ന് 3 വിഷ്ണു രൂപങ്ങൾ. ഗോലോകത്തിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് 3 വിഷ്ണു രൂപങ്ങൾ ആരൊക്കെയാണ്? കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. അയ്യോ, ഇന്ന് വരണ്ടായിരുന്നു, ഇന്ന് ലീവ് എടുത്താൽ മതിയായിരുന്നു അല്ലേ? പക്ഷെ വിടൂലല്ലോ. ഓക്കെ, ഗോലോകത്തെ കൃഷ്ണനിൽ നിന്ന് 3 വിഷ്ണു രൂപങ്ങൾ. കാരണോദകശായിയായ വിഷ്ണു, കാരണം മീൻസ് റീസൺ, എന്തിനോ വേണ്ടി ഒരു വിഷ്ണു വന്നു. അദ്ദേഹത്തിന്റെ ഈ രോമത്തിൽ നിന്ന് ഓരോ ബ്രഹ്മാണ്ടങ്ങൾ വരും. ഈ ഓരോ ബ്രഹ്മാണ്ടങ്ങൾക്കുള്ളിലും ആരുണ്ടാവും? ഓരോ ബ്രഹ്മദേവൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ബ്രഹ്മാണ്ടമാണ് ഈ അർത്ത്, നമ്മൾ ഇരിക്കുന്ന ഈ ഭൂമി. അപ്പൊ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇങ്ങനെ 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 ബബിൾസ് പോലെ ഇങ്ങനെ ഉണ്ടാവും. ഈ വിഷ്ണു കാരണജലത്തിൽ കിടക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ വിഷ്ണു ഇങ്ങനെ കിടക്കുന്ന അനന്തശയനത്തിൽ? അതേപോലെ കാരണജലത്തിൽ കിടക്കുന്ന, എന്റെ തല പുകയുന്നു, സോറി മാതാജി, പഠിച്ചേ പറ്റൂ മാതാജി. അയ്യോ, നിങ്ങൾക്കൊക്കെ വട്ടായല്ലേ, സോറി. അപ്പോ ഈ ഓരോ കാരണ സമുദ്രത്തിൽ നിന്ന് വരുന്ന ഓരോ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും എന്താണ്? ഓരോ ബ്രഹ്മദേവനുണ്ട്. അപ്പൊ ഇത് മാത്രം ഇങ്ങനെ നിന്നാ പോരല്ലോ, നമുക്ക് എന്താ പറയാ, ആൾക്കാര് നമ്മൾ ജീവിക്കണ്ടേ അല്ലെ? ഭഗവാന്റെ നാഭി അത് ലാസ്റ്റ്. അപ്പോ കാരണോദകശായിയായ വിഷ്ണു ഫസ്റ്റ്, സെക്കൻഡ് ഗർഭോദകശായിയായ വിഷ്ണു. ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന കാരണോദകശായിയായ വിഷ്ണുവിൽ നിന്ന് രണ്ടാമത്തെ വിഷ്ണു വരും. അദ്ദേഹത്തിന്റെ പേരാണ് ഗർഭോദകശായിയായ വിഷ്ണു. ഗർഭ മീൻസ് പ്രഗ്നൻസി. ഗർഭോദകശായിയായ വിഷ്ണു. ആ വിഷ്ണുവിന്റെ നാഭിയില്, വയറ്റില് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ആ വിഷ്ണുവിന്റെ, കണ്ടിട്ടില്ലേ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഇങ്ങനെ ഒരു താമരത്തണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു താമര ഇങ്ങനെ വരുന്ന ഫസ്റ്റ് ബർത്ത്, ഫസ്റ്റ് സൃഷ്ടി. ആ താമരയിൽ ആരിയ്ക്കുന്നു? ബ്രഹ്മദേവൻ ഇരിക്കുന്നു. അദ്ദേഹം രണ്ടാമത്തെ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വരുന്ന, താമരയിൽ നിന്ന് വരുന്ന താമരയ്ക്കകത്ത് ഒരു ബ്രഹ്മദേവൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായി? ആ ബ്രഹ്മദേവൻ ഇത്രയും ഇയേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിക്കുന്ന ആണും പെണ്ണും 84 ദശലക്ഷം ജീവി വർഗങ്ങളും പുരുഷന്മാരും എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അവർക്കൊന്നും സ്റ്റക്കാണ്, അവരൊക്കെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക, അവർക്കൊന്നും ചെയ്യാനില്ല. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ വിഷ്ണു എൻട്രി ചെയ്യുന്നത്. ആര്? ക്ഷീരോദകശായിയായ വിഷ്ണു, പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന വിഷ്ണു. മാതാജീനെ വിളിക്കുമ്പോൾ എല്ലാം ബിസി ബിസി എന്നാണ് പറയുന്നത്. അങ്ങനെ ആക്കിയിട്ടേക്കുവാണോ മാതാജി? മാതാജി, ഞാൻ അങ്ങനെ ചോദിച്ചത് സങ്കടം കൊണ്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യോ? കോൾസ് വന്നുകൊണ്ടേയിരിക്കണം, അതുകൊണ്ടാണ് ബിസി. ഈ ദിവസങ്ങളിൽ വിളിച്ചോളൂ, ഞാൻ ഫ്രീ ആണ്, നമുക്ക് സംസാരിക്കാം. സോറി, ബിസി ബിസി എന്ന് വരുന്നതിന് ക്ഷമിക്കണം. അപ്പൊ മൂന്നാമത്തെ വിഷ്ണു വന്നു. ആരാണ്? ക്ഷീരോദകശായ വിഷ്ണു. ക്ഷീരം എന്ന് പറഞ്ഞാൽ എന്താ? പാല്. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന വിഷ്ണു ആരാ? അനന്തപത്മനാഭസ്വാമി. അദ്ദേഹമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ രണ്ടാമത്തെ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്ന താമരത്തണ്ടിലിരിക്കുന്ന ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന സമസ്ത ജീവജാലങ്ങളെയും നിലനിർത്തുന്നത് ആരാണ്? ക്ഷീരോദകശായിയായ വിഷ്ണു. ഇതാണ് വേദിക് കോസ്മോളജിയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ഇയേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെ മനുഷ്യന്റെ കണക്ക് പ്രകാരം ബ്രഹ്മദേവന്റെ ആയുഷ്കാലം നമ്മൾ പഠിച്ചു അല്ലെ? ഇങ്ങനെ ഈ കണക്കനുസരിച്ച് നമ്മൾ ചിന്തിച്ചാല് ബ്രഹ്മാവിന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധാരണമായിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ? പക്ഷേ നിത്യതയുടെ ഒരു ഇടിമിന്നൽ എന്ന് പറയുന്നത് പോലെ ഇത് വളരെ ചെറുതാണ്. നമ്മൾക്കാണ് ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നത്, പക്ഷെ ഇത് വളരെ ചെറിയ സംഭവമാണ്. മനസ്സിലായോ? വളരെ കുട്ടി സംഭവമാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുമിളകളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബബിൾസ് പോലെ ഇങ്ങനെ പൊട്ടിത്തീരും. നമ്മൾ നോക്കുമ്പോൾ അയ്യോ ഇത്രയും ചതുർയുഗങ്ങളോ ഇത്രയും വർഷങ്ങളോ അങ്ങനെയൊന്നുമില്ല, വളരെ വളരെ ചെറിയ ചെറിയ ബബിൾസ്. പെട്ടെന്ന് പെട്ടെന്ന് ബ്രഹ്മദേവൻ ഇത് പോയി തീരും. അങ്ങനെ കാരണസമുദ്രത്തില് എണ്ണമറ്റ എന്താ പറയാ ബ്രഹ്മാക്കൾ ഇങ്ങനെ പൊങ്ങി പൊലിയുന്നുണ്ട്. ഇഷ്ടംപോലെ ബ്രഹ്മദേവന്മാരിങ്ങനെ വന്ന് 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 പോകുന്നുണ്ട്. ബ്രഹ്മാവും ബ്രഹ്മദേവൻ സൃഷ്ടികളും എല്ലാം ഭൗതികമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ്. ബ്രഹ്മദേവനും ഈ ഭൗതിക പ്രപഞ്ചം, ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ ഒരു പാർട്ടാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന അതും എന്താ പറയുക സൃഷ്ടികളും ഒക്കെ
ഈ ഒരു ലോകത്തിന്റെ പാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇതിങ്ങനെ റൊട്ടീനായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, മാതാജി നമിക്കുന്നു. എന്നെയോ? എന്തിന്? അങ്ങനെയൊന്നുമില്ല, ഇത് നിങ്ങൾക്കും പഠിക്കാം. ഓക്കെ, ഈ ഭൗതിക പ്രപഞ്ചത്തില് ബ്രഹ്മദേവന് എന്താ സംഭവിക്കുന്നത്? ബ്രഹ്മാവിന് പോലും ഈ ഭൗതിക പ്രപഞ്ചത്തില് ജനന മരണങ്ങളുണ്ട്. മനസ്സിലാവുന്നോ? ബ്രഹ്മദേവൻ പോലും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡില് ജനിക്കുന്നു മരിക്കുന്നു, ജനിക്കുന്നു മരിക്കുന്നു. ഓക്കെ, വാർദ്ധക്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമില്ല. എങ്കിലും പ്രപഞ്ച ഭരണാധികാരി, ഈ ലോകത്തെ ഭരിക്കുന്ന അധികാരി എന്ന നിലയ്ക്ക് ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അല്ലെ? മാതാജി ഫോൺ വിളിച്ചാൽ കിട്ടുന്നേ, വിളിച്ചോളൂ, നാളെയൊക്കെ വിളിച്ചോളൂ, കിട്ടും. അങ്ങനെ ബ്രഹ്മദേവനും ഭഗവാന്റെ സേവനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭഗവത് സേവനം, എന്തോ പുകയുന്ന മണം വരുന്നു. വട്ടായില്ലേ നിങ്ങൾക്ക്? സോറി. കൃഷ്ണ ഗുരുവായൂരപ്പ. ശരിയാവും, ശരിയാവും. 2-3 ക്ലാസ്സിൽ പറയുമ്പോ ശരിയാവും. അങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? ബ്രഹ്മദേവനും. അതുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ എന്തായി? ബ്രഹ്മദേവനും പെട്ടെന്ന് തന്നെ മോക്ഷം ലഭിക്കുകയാണ്. വിശിഷ്ടരായിരിക്കുന്ന കുറേ സന്യാസികള് ഈ പ്രപഞ്ചത്തിലെ സർവോത്കൃഷ്ടമായിരിക്കുന്ന ഈ ബ്രഹ്മലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒത്തിരി 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 വലിയ വലിയ സന്യാസികളില്ലേ, അവരൊക്കെ ഇങ്ങനെയുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബ്രഹ്മലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉപരിഗ്രഹവ്യൂഹങ്ങളിൽപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നത്, അതായത് മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ടോപ്പിൽ നിൽക്കും എന്ത്? ബ്രഹ്മലോകം എന്ന് പറയുന്നത്. അവിടുന്ന് വേണമെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ, അതായത് കൃഷ്ണാവബോധത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താം. എങ്കിലും ബ്രഹ്മാവും ബ്രഹ്മലോകത്തിൽ ജീവിക്കുന്നവരും ഒക്കെ ഭൗതിക പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ട് മരണം ഉറപ്പാണ്. ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ ആ ഒരു റൂള് പ്രകാരം ഡെത്ത് കൺഫേം ആണ് ബ്രഹ്മാവിന് പോലും. അപ്പൊ പിന്നെ മനുഷ്യരുടെ അവസ്ഥ പറയാനുണ്ടാവും. മതിയോ? മതിയായോ? വട്ടായോ എല്ലാവർക്കും? ഇനി നമുക്ക് എന്താണ് 18ാമത്തെ ശ്ലോകം. 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവ്യക്താക്ത വ്യക്തയാ സർവ പ്രഭവന്ത്യാ ഹരാഗമേ രാത്രിയാഗമോ പ്രലീയന്തേ തൈത്ര വാവ്യക്ത സംജ്ഞകേ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാല്, ബ്രഹ്മ ദിനാരംഭത്തിൽ, അതായത് ബ്രഹ്മദേവന്റെ ദിവസം ആരംഭിക്കുമ്പോ തന്നെ സർവഭൂതങ്ങളും എന്തായി? അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. ഒന്നുമില്ല, അവ്യക്തതം, ശൂന്യമായിരിക്കുന്നതിൽ നിന്ന് ഉണ്ടാവാണ്. ബ്രഹ്മദേവൻ ഇത്രയും വർഷം ജീവിച്ചിരുന്നിട്ടും തുടക്കം മുതൽ അപ്പൂപ്പനായിരിക്കുന്ന എന്താണ്? ബ്രഹ്മദേവന് ഷേവ് ചെയ്യാൻ പോലും സമയമില്ല, ഭയങ്കര ബിസിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവ്യക്തതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ എന്താണ്? പ്രത്യക്ഷീഭവിക്കുകയാണ്. അല്ലെ? എല്ലാം ശൂന്യത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അത് ബിഗ് ബാങ് എന്ന് പറയും. വേദിക് കോസ്മോളജിയുടെ സ്റ്റാർട്ടിങ് ബിഗ് ബാങ്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വട്ടായി പോകും, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അതൊക്കെ. അങ്ങനെ പിന്നെ രാത്രിയാവുമ്പോൾ അതൊക്കെ വ്യക്തതയിലേക്ക് വരികയാണ്. വീണ്ടും ഇത് ഒരു അവ്യക്തതയിലേക്ക് ലയിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് നിർത്താം. 9:46 ആയി. 10:30 വരെയാണ് നമ്മുടെ ക്ലാസ്. പക്ഷെ ഇന്നിപ്പോ 9:46 സ്റ്റോപ്പ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് എടുക്കാം അടുത്ത ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഓർത്ത് വെച്ചോളൂ. പരമപദ പ്രാപ്തിയിൽ 18 ശ്ലോകം കഴിഞ്ഞു, ഇനി 19ാമത്തെ ശ്ലോകം. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കൺഫ്യൂഷൻ ആക്കി, അതുകൊണ്ടാണ് നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മദേവന്റെ യുഗങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു അല്ലെ? എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് വേദിക് കോസ്മോളജിയില്. അത് കുറച്ച് നമുക്കൊരു ഇത് തരും, കൺഫ്യൂഷൻ തരും. വേദിക് കോസ്മോളജി പഠിക്കാന്ന് പറയുന്നത് എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. എന്താണ് വിരജാ നദി, എന്താണ് ബ്രഹ്മലോകം, എന്താണ് ഭഗവാന്റെ ധാമം, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്നതിൽ നിന്നാണ്. എല്ലാം ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കും, പിന്നെ ഇത് പൊട്ടിത്തെറിച്ചാണ് ബിഗ് ബാങ് ആവുന്നത്. അതൊക്കെ നല്ല രസകരമായ ക്ലാസ് ആണ്, പേടിക്കുന്ന പോലെയൊന്നുമില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഈ ക്ലാസ്സിന്റെ അവസാനം ചോദ്യം ഇല്ല കേട്ടോ. ഇല്ല, ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഇന്നെല്ലാം കൺഫ്യൂഷൻ ആയിട്ടാണ്, ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഓക്കെ, ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല ഞാൻ. ഇത് ജസ്റ്റ് സിമ്പിളായ കാര്യമാണ്. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരീഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. നമുക്ക് നാളെ ക്ലാസ്സിൽ കാണാം. മാക്സിമം ഷെയർ ചെയ്യാം. സൂപ്പർ ക്ലാസ്, താങ്ക് യു. ഇത്
ഇത് സിമ്പിൾ ആയിട്ട് എടുത്തെടുത്ത് പോയാൽ മതി. കുറെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇന്നിപ്പോ എത്ര പഠിച്ചില്ലേ? നമ്മുടെ യുഗങ്ങൾ പഠിച്ചു, ബ്രഹ്മദേവന്റെ രാത്രിയും പകലും പഠിച്ചു, ചതുർയുഗം പഠിച്ചു, കൽപ്പം എന്താണെന്ന് പഠിച്ചു അല്ലേ? കോസ്മോളജി എടുത്താൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇന്നലെ വട്ടായി കുറച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം രമണ പ്രഭുവിനെ. ഇനി നമുക്ക് നാളെ ഇതിന്റെ കുറച്ചുകൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അങ്ങനെ വളരെ കുറച്ച് സ്റ്റെപ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് വേദിക് കോസ്മോളജി മനസ്സിലാവും, അല്ലേ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഭഗവാനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക. വീണ്ടും പറയുന്നു, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ശ്രീല പ്രഭുപാജി എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക, ഗുരു മഹാരാജിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഈ ചെറിയ യാത്രയില്, ഈ ചെറിയ വലിയ ജീവിതത്തിൽ എപ്പോഴും ഭഗവാനോടൊരു നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ വിളിച്ചോളൂ, കിട്ടും എന്ന് കരുതി എല്ലാവരും വിളിക്കല്ല, എനിക്ക് എന്തെങ്കിലും തിന്നാനുണ്ടാക്കി തിന്നണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. വൺസ് അഗെയിൻ ഗുഡ് നൈറ്റ്. ജയ് ശ്രീ രാധേ രാധേ.